നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് +1 കമ്പ്യൂട്ടർ സയൻസ് സബ്ജക്റ്റാണ്. അപ്പോൾ എന്താണ് കമ്പ്യൂട്ടർ, കമ്പ്യൂട്ടറിൻ്റെ കുറച്ച് സവിശേഷതകൾ എന്നിവയാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് കമ്പ്യൂട്ടർ? വാട്ട് ഈസ് കമ്പ്യൂട്ടർ? കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് നമ്മുടെ നിത്യജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നായി മാറിയിരിക്കുകയാണ്. ഇപ്പോൾ എല്ലാ മേഖലകളിലും എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ഹോസ്പിറ്റൽ, സ്കൂള്, ബിസിനസ് സ്ഥാപനങ്ങൾ, അല്ലെ ബാങ്കുകൾ എന്നീ മേഖലകളിലെല്ലാം തന്നെ കമ്പ്യൂട്ടറിൻ്റെ ഉപയോഗം നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ കമ്പ്യൂട്ടർ വന്നതിന് ശേഷം നമ്മുടെ വിവരസാങ്കേതികം ഉണ്ടായ വളർച്ച എന്ന് പറയുന്നത് നമുക്കത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. ഈ കമ്പ്യൂട്ടർ എന്ന വേർഡ് ഡിറൈവ് ചെയ്തു വന്നത് ലാറ്റിൻ ഭാഷയായ കമ്പ്യൂട്ട് എന്ന വേർഡിൽ നിന്നാണ്. കമ്പ്യൂട്ടർ എന്ന വേർഡ് ഡിറൈവ് ചെയ്തു വന്നത് ലാറ്റിൻ ഭാഷയായ കമ്പ്യൂട്ട് എന്ന വേർഡിൽ നിന്നാണ്. വിച്ച് മീൻസ് ടു കാൽക്കുലേറ്റ് അഥവാ കണക്ക് കൂട്ടുക എന്ന അർത്ഥം വരുന്ന കമ്പ്യൂട്ട് എന്ന വാക്ക്, കണക്ക് കൂട്ടുക എന്ന അർത്ഥം വരുന്ന കമ്പ്യൂട്ട് എന്ന വാക്കിൽ നിന്നാണ് കമ്പ്യൂട്ടർ എന്ന വേർഡ് ഫോം ചെയ്തു വന്നത്. കമ്പ്യൂട്ടർ നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് മൂവീസ് അല്ലെങ്കിൽ മ്യൂസിക്സ്, ഡോക്യുമെൻറ്റ് ഫയൽസുകൾ സേവ് ചെയ്യുക, പിന്നെ കാൽക്കുലേഷൻ, ബ്രൗസിങ്, ഗെയിമിംഗ് എന്നീ ആവശ്യങ്ങൾക്കൊക്കെയാണ്. കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് ഒരു ഇലക്ട്രോണിക് ഡിവൈസസ് ആണ്. നമുക്ക് കമ്പ്യൂട്ടറിലേക്ക് ഡേറ്റാസിനെ നമുക്ക് ആവശ്യമായ സമയത്ത് സ്റ്റോർ ചെയ്ത് വയ്ക്കാനും അതുപോലെ തന്നെ റിസീവ് ചെയ്യാനും കഴിയുന്ന ഒരു ഇലക്ട്രോണിക് ഡിവൈസസ്. കമ്പ്യൂട്ടർ commonly operating machine particularly used for technical education and research. Computer commonly operating machine particularly used for technical education and research. ഇനി ഫാദർ ഓഫ് കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് ബ്രിട്ടീഷ് മാത്തമാറ്റീഷ്യൻ ആയിട്ടുള്ള ചാൾസ് ബാബേജ് ആണ് ഫാദർ ഓഫ് കമ്പ്യൂട്ടർ എന്ന് പറയുന്നത്. Computer is an electronic devices which can store, receive and process data according to a set of instructions to generate the output. അപ്പോൾ കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് ഒരു ഇലക്ട്രോണിക് ഡിവൈസസ് ആണ്. ഡേറ്റാസിനെ സ്റ്റോർ ചെയ്യാൻ റിസീവ് ചെയ്യാനും വേണ്ടി യൂസ് ചെയ്യുന്നത്. കമ്പ്യൂട്ടറിന് ആവശ്യമായ ഡേറ്റകൾ സ്വീകരിച്ചും യൂസർ നൽകുന്ന ഇൻസ്ട്രക്ഷൻ അനുസരിച്ച് അവയൊരു പ്രോസസ്സിങ്ങിന് വിധേയമാക്കുകയും ഇനി ആക്യുറേറ്റ് ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ട് റിസൾട്ട് നമുക്ക് തരികയും ആണ് കമ്പ്യൂട്ടർ ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കമ്പ്യൂട്ടർ: സ്പീഡ്, സ്റ്റോറേജ് കപ്പാസിറ്റി, ആക്യുറസി, നോ ഇൻ്റലിജൻസ്, വേഴ്സാറ്റിലിറ്റി, ഡേറ്റ പ്രോസസ്സിംഗ് എന്നിവയാണ് കമ്പ്യൂട്ടറിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് സവിശേഷതകൾ. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ പറയുന്നത് സ്പീഡിനെ കുറിച്ചാണ്. നമ്മൾ ഏതെങ്കിലും ഒരു പ്രവൃത്തി അല്ലെങ്കിൽ ഒരു ജോലി ചെയ്യുന്നത് എത്ര മണിക്കൂർ കൊണ്ട് ചെയ്ത് തീർക്കും അല്ലെങ്കിൽ എത്ര മിനിറ്റ് കൊണ്ട് ആ ജോലി ചെയ്ത് തീർക്കും എന്നിങ്ങനെയാണ് കണക്കാക്കുന്നത്. ബട്ട് ഇൻ ദ കേസ് ഓഫ് ദി കമ്പ്യൂട്ടർ ഏറ്റവും മൈന്യൂട്ടായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും മൈക്രോ സെക്കൻഡിൽ തന്നെ നമുക്കതിൻ്റെ ഔട്ട്പുട്ട് റിസൾട്ട് തരുന്നു. Timing of the human activities is measured in seconds, minutes, hours, days, months, etc. Whereas the time taken by the computer to accomplish a task is typically measured in microseconds. Next is the storage capacity. കമ്പ്യൂട്ടറിൻ്റെ സംഭരണ ശേഷി. Computer can store enormous amount of data or information programmed in a long period of time and any part of that information in a microsecond or less. നമുക്കറിയാം കമ്പ്യൂട്ടറിലേക്ക് നമുക്ക് ഒരുപാട് ഡേറ്റാസുകൾ നമുക്ക് സ്റ്റോർ ചെയ്ത് വയ്ക്കാനായിട്ട് സാധിക്കും. ഫോട്ടോസ് ആയാലും വീഡിയോസ് ആയാലും ഡോക്യുമെൻറ്റ്സ് ആയാലും എന്നിങ്ങനെയുള്ള എല്ലാ തരത്തിലുള്ള ഡേറ്റാസിനെയും നമുക്ക് ഒരുപാട് കാലത്തേക്ക് സ്റ്റോർ ചെയ്ത് വയ്ക്കാനായിട്ട് സാധിക്കും. ഇനി നമ്മൾ ഈ സ്റ്റോർ ചെയ്ത് വയ്ക്കുന്ന ഡേറ്റാസുകൾ സ്റ്റോർ ആവുന്നത് കമ്പ്യൂട്ടറിൻ്റെ മെമ്മറിയിലേക്കാണ്. കമ്പ്യൂട്ടറിന് പ്രധാനമായിട്ടും ടു ടൈപ്സ് ഓഫ് മെമ്മറീസ് ആണ് പറയുന്നത്. ഫസ്റ്റ് എന്ന് പറയുന്നത് പ്രൈമറി മെമ്മറി, ദെൻ സെക്കൻഡറി മെമ്മറി. പ്രൈമറി മെമ്മറി ആൻഡ് സെക്കൻഡറി മെമ്മറിയാണ് കമ്പ്യൂട്ടറിൻ്റെ പ്രധാനമായിട്ടുള്ള
മെമ്മറീസും. അതിനെക്കുറിച്ച് അടുത്ത ക്ലാസ്സുകളിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതാണ്. ഈ കമ്പ്യൂട്ടറിൻ്റെ സ്റ്റോറേജ് കപ്പാസിറ്റി മെഷർ ചെയ്യുന്നത് ബൈറ്റ്, കിലോ ബൈറ്റ്, മെഗാബൈറ്റ്, ജിഗാബൈറ്റ് എന്നീ യൂണിറ്റുകളായിട്ടാണ്. ഇപ്പോൾ ഒരു പെൻ ഡ്രൈവ് അല്ലെങ്കിൽ ഒരു മെമ്മറി കാർഡ് 2 GB ആണെന്ന് പറയുന്നു. 2 GB അല്ലെങ്കിൽ 2 KB ഫയൽസിനെ ആ പെൻ ഡ്രൈവിലേക്ക് അല്ലെങ്കിൽ ആ മെമ്മറി കാർഡിലേക്ക് സേവ് ചെയ്ത് വെക്കാനുള്ള ഒരു കപ്പാസിറ്റിയാണ് 2 GB അല്ലെങ്കിൽ 2 KB എന്ന് പറയുന്നത്. അപ്പോൾ കമ്പ്യൂട്ടറിൻ്റെ സ്റ്റോറേജ് കപ്പാസിറ്റി മെഷർ ചെയ്യുന്നത്, ദ സ്റ്റോറേജ് കപ്പാസിറ്റി ഓഫ് എ കമ്പ്യൂട്ടർ ഈസ് മെഷർഡ് ഇൻ ബൈറ്റ്, കിലോബൈറ്റ്, മെഗാബൈറ്റ് ആൻഡ് ജിഗാബൈറ്റ്. ഇനി നെക്സ്റ്റ് വരുന്നത് ആക്യുറസിയാണ്. കമ്പ്യൂട്ടറിൻ്റെ ആക്യുറസി. കമ്പ്യൂട്ടർ ഈസ് എ വെരി ആക്യുറേറ്റ് ഡിവൈസ്. ഇറ്റ് പെർഫോംസ് എവരി ആക്ടിവിറ്റി വിത്ത് ഗ്രേറ്റ് ആക്യുറസി. മനുഷ്യനെ അപേക്ഷിച്ച് കമ്പ്യൂട്ടറിന് തെറ്റുകൾ വരാനുള്ള സാധ്യത വളരെയധികം കുറവാണ്. ഇനി കമ്പ്യൂട്ടറിൽ നൽകുന്ന ഡേറ്റകൾക്കനുസരിച്ച് കമ്പ്യൂട്ടർ ആക്യുറേറ്റ് ആയിട്ടുള്ള ഔട്ട്പുട്ട് റിസൾട്ട് തന്നെയാണ് തിരിച്ചു തരുന്നത്. ഇഫ് ഇറ്റ് മിസ്റ്റേക്സ് ദാറ്റ് ഈസ് ഡ്യൂ ടു റോങ് ഇൻസ്ട്രക്ഷൻസ് ഓർ ഇൻപുട്ട് സപ്ലൈഡ് ബൈ ദ പ്രോഗ്രാമർ ഓർ യൂസർ. ഇനി എന്തെങ്കിലും തരത്തിലുള്ള ഇൻസ്ട്രക്ഷൻസ് യൂസർ തെറ്റായ രീതിയിലാണ് നൽകുന്നത് എങ്കിൽ ആ യൂസറിന് ലഭിക്കുന്ന ഔട്ട്പുട്ട് റിസൾട്ട് എന്ന് പറയുന്നതും അത് എററായിരിക്കും, അഥവാ തെറ്റായിട്ടുള്ള ഔട്ട്പുട്ട് റിസൾട്ടായിരിക്കും ആ യൂസറിന് ലഭിക്കുന്നത്. അപ്പോൾ കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് വെരി ആക്യുറേറ്റ് ആയിട്ടുള്ള ഒരു ഡിവൈസസ് ആണ്. കമ്പ്യൂട്ടർ ഈസ് വെരി ആക്യുറേറ്റ് ഡിവൈസ്. ഇറ്റ് പെർഫോംസ് എവരി ആക്ടിവിറ്റി വിത്ത് ഗ്രേറ്റ് ആക്യുറസി. നെക്സ്റ്റ് പറയുന്നത് വേഴ്സാറ്റിലിറ്റി. കമ്പ്യൂട്ടറിൻ്റെ വേഴ്സാറ്റിലിറ്റി. കമ്പ്യൂട്ടറിൽ വിവിധ തരത്തിലുള്ള പ്രോഗ്രാംസുകൾ അറ്റ് എ ടൈമിൽ തന്നെ ചെയ്യാനായിട്ട് സാധിക്കും. Computer is capable of performing almost any task provided the task could be reduced a sequence of logical steps. Computers are used to process a wide variety of input like word processing photos, music, movies, etc. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു മ്യൂസിക്സ് പ്ലേ ചെയ്തുകൊണ്ട് തന്നെ കമ്പ്യൂട്ടറിലല്ല ഒരു ഡോക്യുമെൻറ്റ് നമുക്ക് പ്രിൻ്റ് എടുക്കാനായിട്ട് സാധിക്കും. ഒരേ സമയം ഒന്നിലധികം പ്രവൃത്തികൾ ചെയ്യാനുള്ള കമ്പ്യൂട്ടറിൻ്റെ ഈ കഴിവിനെയാണ് വേഴ്സാറ്റിലിറ്റി എന്ന് പറയുന്നത്. ഒരേ സമയം ഒന്നിലധികം പ്രവൃത്തികൾ ചെയ്യാനുള്ള കമ്പ്യൂട്ടറിൻ്റെ കഴിവിനെയാണ് വേഴ്സാറ്റിലിറ്റി എന്ന് പറയുന്നത്. കമ്പ്യൂട്ടർ ആർ യൂസ്ഡ് ടു പ്രോസസ് എ വൈഡ് വെറൈറ്റി ഓഫ് ഇൻപുട്ട് ലൈക്ക് വേർഡ് processing ഫോട്ടോസ്, മ്യൂസിക്സ്, മൂവീസ്, എക്സെട്ര. നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് നോ ഇൻ്റലിജൻസ്. കമ്പ്യൂട്ടറിന് യാതൊരു ഫീലിങ്സ് ഇല്ല, സ്വന്തമായിട്ട് അതിന് തിരിച്ചറിയാനുള്ള കഴിവില്ല. എ കമ്പ്യൂട്ടർ ക്യാൻ പെർഫോം എനി ടാസ്ക് വിത്ത് അൺബിലീവബിൾ സ്പീഡ് ആൻഡ് ആബ്സലൂട്ട് ആക്യുറസി ബട്ട് ഇറ്റ് പ്രൊസസ് നോ ഇൻ്റലിജൻസ് ഓഫ് ഇറ്റ്സ് ഓൺ. ദ യൂസർ ഡിറ്റർമിൻസ് what tasks are being carried out and in which sequence and the computer strictly carries out these instructions. യൂസർ നൽകുന്ന ഇൻസ്ട്രക്ഷൻസ് ശരിയാണോ അത് തെറ്റാണോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള കഴിവ് കമ്പ്യൂട്ടറിന് സ്വന്തമായിട്ടില്ല. ഇനി നെക്സ്റ്റ് വരുന്നത് ഡേറ്റ പ്രോസസ്സിംഗ്. ഡേറ്റ എന്ന് പറയുന്നത് കമ്പ്യൂട്ടറിലേക്ക് യൂസർ നൽകുന്ന വിവരങ്ങളും നിർദ്ദേശങ്ങളെയാണ് ഡേറ്റ എന്ന് പറയുന്നത്. യൂസർ കമ്പ്യൂട്ടർ നൽകുന്ന വിവരങ്ങളും നിർദ്ദേശങ്ങളെയാണ് ഡേറ്റ എന്ന് പറയുന്നത്. ഇനി കമ്പ്യൂട്ടറിൽ ഇൻപുട്ടായി കൊടുത്ത ഡേറ്റസ് വിവരങ്ങളായിട്ട് കമ്പ്യൂട്ടർ നമുക്ക് തിരിച്ചു തരുന്നു. ഇപ്പോൾ നമ്മൾ കമ്പ്യൂട്ടറിലേക്ക് കുറേ ഡോക്യുമെൻറ്റ്സുകൾ നമ്മൾ സ്റ്റോർ ചെയ്തു, സേവ് ചെയ്ത് വെച്ചു. ഇനി നമ്മൾ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ആ ഡോക്യുമെൻറ്റ്സ് എല്ലാതും ഓപ്പൺ ചെയ്യുന്ന സമയത്ത് അത് വേഡ് ഡോക്യുമെൻറ്റ് ഫോർമാറ്റ് ഫയൽസ് ഉണ്ടായിരിക്കും, PDF ഫോർമാറ്റ് ഫയൽസ് ഉണ്ടായിരിക്കും. ഇവയെല്ലാം തരംതിരിച്ച് ഏതെല്ലാം വേഡ് ഡോക്യുമെൻറ്റ് ഫയൽസ്, ഇനി ഏതൊക്കെയാണ് PDF ഫയൽസ് എന്നൊക്കെ കമ്പ്യൂട്ടർ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്ത് തരും. ഇതിനെയാണ് ഇൻഫോർമേഷൻ എന്ന് പറയുന്നത്. ഡേറ്റ എന്ന് പറയുന്നത് കമ്പ്യൂട്ടറിൽ യൂസർ നൽകുന്ന വിവരങ്ങൾ, കമ്പ്യൂട്ടറിലേക്ക് യൂസർ നൽകുന്ന വിവരങ്ങളും, ഇൻഫോർമേഷൻ എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ യൂസറിന് നൽകുന്ന വിവരങ്ങളും. ഇനി ഒരു ഡേറ്റയെ യൂസറിന് ഉപയോഗപ്രദമായ രീതിയിലേക്ക് ഇൻഫോർമേഷനാക്കി മാറ്റുകയാണ്. ഇതിനെയാണ് ഡേറ്റ പ്രോസസ്സിംഗ് എന്ന് പറയുന്നത്. ദി പ്രോസസ് ഓഫ് മാനിപ്പുലേറ്റിംഗ് ദ ഡേറ്റ ഇൻ ടു മോർ യൂസ്ഫുൾ ഫോം ഈസ് നോൺ ആസ് ഡേറ്റ
processing. The process of manipulating the data into a more useful form is known as data processing. Data processing like sorting involving one or more of the process like sorting, filtering and summarizing. അപ്പോൾ ഒരു ഡേറ്റയെ യൂസറിന് ഉപയോഗപ്രദമായ രീതിയിലേക്ക് ഇൻഫോർമേഷനാക്കി മാറ്റുകയാണ്. ഡേറ്റയെ ഇൻഫോർമേഷനാക്കി മാറ്റുന്ന ഈ പ്രക്രിയയാണ് ഡേറ്റ അല്ലെങ്കിൽ പ്രോസസ്സിനെയാണ് ഡേറ്റ പ്രോസസ്സിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എന്താണ് കമ്പ്യൂട്ടർ എന്നാണ്. കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് ഒരു ഇലക്ട്രോണിക് ഡിവൈസസ് ആണ്. നമുക്ക് ഡേറ്റാസിനെല്ലാം സ്റ്റോർ ചെയ്ത് വയ്ക്കാനും റിസീവ് ചെയ്ത് വയ്ക്കാനുള്ള ഒരു ഇലക്ട്രോണിക് ഡിവൈസസ്. The computer is an electronic device which can receive, store and process a data according to a set of instructions stored to generate the output. ഇനി നെക്സ്റ്റ് വന്നത് കമ്പ്യൂട്ടറിൻ്റെ കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെയാണ്. സ്പീഡ്, സ്റ്റോറേജ് കപ്പാസിറ്റി, ആക്യുറസി, വേഴ്സാറ്റിലിറ്റി, നോ ഇൻ്റലിജൻസ്, ഡാറ്റ പ്രോസസ്സിംഗ് എന്നിങ്ങനെ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു.